പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലത്തെ ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ എൻഡിൽ ഒരു സ്ലിറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇതിന് സ്ലിറ്റഡ് സ്ലീവ് എന്നാണ് പറയുന്നത്. ഇത് 3/4 മെഷർമെൻറ്റിൽ വരുന്നതാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ഈ ആം ഹോളിൻ്റെ മെഷർമെൻ്റ് ഒന്ന് അളന്ന് നോക്കാം. എനിക്ക് 11 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. 1/2 ഇഞ്ച് കുറക്കുക, എന്നിട്ട് അതിൻ്റെ ഡബിൾ സൈസ് നോക്കുക. അപ്പം 21 വരും. ആ 21 ഇഞ്ച് വിട്ട് വരുന്ന ഒരു ക്ലോത്ത് വേണം നമ്മൾ എടുക്കാൻ. എന്നിട്ട് അത് ഇതുപോലെ രണ്ടായി മടക്കി ഇനി നമ്മൾ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. സ്ലീവ് ലെങ്ത്ത് എനിക്ക് 16 വേണ്ടത്. അപ്പോൾ ഞാൻ 17 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് സീം അലവൻസ് ആണ്. താഴത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 10.5 ഇഞ്ച് തന്നെ. ഇനി നമ്മൾ താഴെ നമ്മൾ കുർത്തിയുടെ ചെസ്റ്റിൽ 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തത്. ആ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരക്കുക. ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിലാണ് കേട്ടോ പേപ്പർ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് ഇതുപോലെ ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കുക. ഈ 3.5 ഇഞ്ച് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റാണ്. XL, XXL ഒക്കെ വരുന്നവർക്ക്. അല്ലാത്തവർ 3 ഇഞ്ച് എടുത്താൽ മതി. ഇനി ഇവിടെ സ്ലീവ് ഓപ്പണിങ്ങിൽ എനിക്ക് ടോട്ടൽ 11 ഇഞ്ചാണ് വരിക. അതിൻ്റെ ഹാഫ് 5.5 മാർക്ക് ചെയ്തു. 1 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് അവിടുന്ന് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ലൈനൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ 10 വരുന്നത്. അതിൻ്റെ ഹാഫ് 5-1 പോയിൻ്റ് മാർക്ക് ചെയ്തു. അവിടുന്ന് 1/2 ഇഞ്ച് പുറത്തോട്ടും താഴെ അതുപോലെ 1/2 ഇഞ്ച് അകത്തോട്ടും നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് കർവ് ഷേപ്പിൽ വരച്ചെടുക്കുക. സീം അലവൻസ് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ ലെങ്ത്താണ് കേട്ടോ ഞാൻ 10 എന്ന് പറഞ്ഞത്, ആ സ്ലാൻഡിങ് ലൈനിൻ്റെ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ പേപ്പർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ കുർത്തിയുടെ പീസിൽ 2 സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കുഴിച്ച് വെട്ടാൻ വേണ്ടി 2 സ്ലീവും ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നിവർത്തിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ആ കുഴിച്ച് വെട്ടിയ ഭാഗം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ചെറിയൊരു നോച്ച് കൊടുക്കാം. ഇനി ഇതിന് സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ 4 ഇഞ്ച് വിടുത്തുള്ള 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ലീവ് ഇതുപോലെ എടുത്തു വെക്കുക. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ പീസിൻ്റെ നല്ല വശം ചേരുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വെക്കുക. ഇതിൻ്റെ നല്ല വശം ചേരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്റർ നോക്കിയിട്ട് താഴത്തെ പീസിലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 3 ഇഞ്ച് ലെങ്ത്ത് എടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുന്ന മേലോട്ട് 3 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ലൈൻ വരക്കാം. എന്നിട്ട് ആ ലൈനിൻ്റെ 2 സൈഡിലേക്കും 4 ഇഞ്ച് വരുന്ന രീതിയിൽ ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ലൈനിൻ്റെ ടോപ്പിൽ നിന്ന് ആ 2 പോയിൻറ്റ്സിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരച്ച് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ വരച്ച ലൈനിലേക്കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്കൂടെ ഒരു കട്ട് കൊടുക്കാം. നമ്മൾ ഇപ്പം ചെയ്ത സ്റ്റിച്ചിലൊന്നും തട്ടാതെ ഒന്ന് കട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ട് തിരിച്ചിട്ടു. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ കാണുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട്
ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഞാനിത് ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഈ ലേസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ലീവ് റെഡിയായി. അപ്പോൾ ഇത് ലേസും ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലീവ് വരുന്ന കുർത്തി ഒരു വെറൈറ്റി കുർത്തിയാണ്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ മൺഡേ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.